നമസ്കാരം. ഇന്ത്യയിൽ ഇതുവരെ കണ്ട സിട്രനെ ആയിരിക്കില്ല ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. C5 എയർക്രോസ്, C3, C3, C3 എയർക്രോസ് എന്നീ മോഡലുകൾക്കൊന്നും ഷോറൂമുകളിലേക്ക് ആളെ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അതിന് പോകുന്നൊരു ആളായിരുന്നു അടുത്തിടെ വിപണിയിൽ എത്തിയത്. അതായിരുന്നു ബസാൾട്ട്. രാജ്യത്തെ ആദ്യത്തെ ICE എഞ്ചിൻ കൂപ്പെ SUV ബസാൾട്ടിനെ വളരെ വേഗത്തിലാണ് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നത്. സാക്ഷാൽ ടാറ്റ മോട്ടോഴ്സിന്റെ ഏറ്റവും പുതിയ വാഹനമായ കേവിനോട് നേരിട്ടുള്ള അംഗത്തിനെത്തുന്ന ബസാൾട്ടിന്റെ പ്രാരംഭ വില കേട്ടപ്പോഴാണ് പലരും ഞെട്ടിയത്. പിന്നെ ഓരോ വേരിയന്റിന്റെയും വില പ്രഖ്യാപിച്ചപ്പോഴും ഈ ഞെട്ടൽ ഉണ്ടാവുകയും ചെയ്തു. വെറും 7,99,000 രൂപയുടെ പ്രാരംഭ വിലയിലാണ് പാവങ്ങളുടെ ഉറൂസ് എന്ന വിളിപ്പേരുള്ള ബസാൾട്ട് വിപണിയിലേക്ക് എത്തിയത്. ഇപ്പോഴിതാ കാത്തിരുത്തി മുഷിപ്പിക്കാതെ തന്നെ വാഹനത്തെ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കുകയാണ് കമ്പനി. ഇതിന്റെ ഭാഗമായാണ് സിട്രൺ ബസാൾട്ടിന്റെ ഇന്ത്യയിലെ ഡെലിവറിയും ആരംഭിച്ചത്. ന്യൂഡൽഹിയിലെ നറൈനയിലെ ലാ മൈസൺ സിട്രൺ ഡീലർഷിപ്പിലൂടെയാണ് കൂപ്പെ SUVയുടെ ഉദ്ഘാടന ഡെലിവറി നടന്നത്. ഇതുവരെ ബ്രാൻഡിന്റെ ഒരു മോഡലിനും ലഭിക്കാത്ത സ്വീകാര്യത കിട്ടിയിട്ടുണ്ട് എന്നാണ് ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത്. മൊത്തത്തിൽ 8 വേരിയന്റുകളിലാണ് കൂപ്പെ SUV വിപണനത്തിനെത്തുന്നത്. ബസാൾട്ട് യു ബേസ് വേരിയന്റിന് 7,99,000 രൂപ, പ്ലസിന് 9,99,000 രൂപ, പ്ലസ് ടർബോയ്ക്ക് 11,49,000 രൂപ, മാക്സ് ടർബോയ്ക്ക് 12,28,000 രൂപ, മാക്സ് ടർബോ ഡ്യുവൽ ടോണിന് 12,49,000 രൂപ, അതുപോലെ തന്നെ പ്ലസ് ടർബോ ഓട്ടോമാറ്റിക്കിന് 12,79,000 രൂപ, മാക്സ് ടർബോ ഓട്ടോമാറ്റിക്കിന് 13,62,000 രൂപ, മാക്സ് ടർബോ ഓട്ടോമാറ്റിക് ഡ്യുവൽ ടോണിന് 13,83,000 രൂപ എന്നിങ്ങനെയാണ് സിട്രൺ കൂപ്പെ SUVക്ക് വരുന്ന വേരിയന്റ് തിരിച്ചുള്ള എക്സ് ഷോറൂം വിലകൾ. ബസാൾട്ടിന്റെ ഏറ്റവും മികച്ച 2 ടോപ്പ് എൻഡ് വേരിയന്റുകളുടെ ഡെലിവറിയാണ് സിട്രൺ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനത്തിന്റെ എൻട്രി ലെവൽ യു വേരിയന്റിന്റെ ഡെലിവറി ഈ വർഷം ഒക്ടോബർ മാസം മുതൽ ആരംഭിക്കാനാണ് സിട്രൺ പദ്ധതിയിടുന്നത്. 5 മോണോടോണും 2 ഡ്യുവൽ ടോൺ ഓപ്ഷനുകളും ഉൾപ്പെടെ 7 ഗംഭീര കളർ ഓപ്ഷനുകളിലാണ് ബസാൾട്ട് വിപണിയിലെത്തുന്നത്. C3 എയർക്രോസിന്റെ അതേ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ബസാൾട്ടിന് 4,252 mm നീളവും 1,765 mm വീതിയും 1,593 mm ഉയരവും 2,651 mm വീൽ ബേസും ഉണ്ട്. 470 ലിറ്റർ ബൂട്ട് സ്പേസും ഇതിലുണ്ട്. അതുപോലെ തന്നെ 180 mm ഗ്രൗണ്ട് ക്ലിയറൻസും കൂടിയാകുമ്പോൾ സിട്രണിന്റെ കൂപ്പെ SUV ആളൽപ്പം വലുതാകുന്നുണ്ട്. മികച്ച യാത്രാസുഖവും കാര്യങ്ങളുമായിരിക്കും ഈ ഒരു വാഹനം സമ്മാനിക്കുക. അതിനു വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഫ്രഞ്ച് ബ്രാൻഡ് ഇതിൽ ഒരുക്കിയിട്ടുമുണ്ട്. C3 എയർക്രോസുമായി ആദ്യ നോട്ടത്തിൽ സമാനതകൾ തോന്നുമെങ്കിലും ബസാൾട്ടിന് കൂപ്പെ സ്റ്റൈലാണ് ലഭിക്കുന്നത്. ചരിങ്ങിറങ്ങുന്ന പിന്നിലെ കൂപ്പെ റൂഫ് ലൈൻ, വി ആകൃതിയിലുള്ള LED DRL ഹെഡ്ലാമ്പ്, അതുപോലെ തന്നെ റാപ്പ് അറൗണ്ട് LED ടെയിൽ ലാമ്പുകൾ, C3 എയർക്രോസിന്റെ ബമ്പറും ബോണറ്റും പ്രതിധ്വനിക്കുന്ന രൂപകൽപ്പന, ബ്ലാക്ക് റൂഫ് ഷാർക്ക് ഫിൻ ആന്റിന, പിൻവശത്ത് സിൽവർ സ്കിഡ് പ്ലേറ്റ്, അതുപോലെ തന്നെ ഡ്യുവൽ ടോൺ അലോയ് വീലുകൾ എന്നിവയാണ് ബസാൾട്ടിന്റെ അഴക് മനോഹരമാക്കുന്നത്. ഇന്റീരിയറിലേക്ക് കയറിയാൽ സിട്രൺ ബസാൾട്ടിന് ബീച്ച് ബ്ലാക്ക് നിറങ്ങളോട് കൂടിയ പ്രീമിയം ഡ്യുവൽ ടോൺ ഇന്റീരിയറാണുള്ളത്. ക്യാബിനിൽ സെമി ലെതറൈറ്റ് സീറ്റുകൾ, 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീല്, 7-inch ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, 10.25-inch ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഫ്ലോർ മൗണ്ടഡ് റിയർ AC വെന്റുകൾ, കോണ്ടൂർഡ് ഹെഡ് റെസ്റ്റുകൾ, അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ORVMകൾ എന്നിവയെല്ലാമാണ് ലഭ്യമാകുന്നത്. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ, 1.2 ലിറ്റർ ടെർബോ പെട്രോൾ എന്നിങ്ങനെ 2 എഞ്ചിൻ ഓപ്ഷനുകളുമായാണ് സിട്രണിന്റെ ഈ ഒരു കൂപ്പെ SUV വരുന്നത്. ബേസ് മോഡലുകളിലെ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിന് 80 bhp കരുത്തിൽ പരമാവധി 115 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമായിരിക്കും ഇതിലുണ്ടാവുക. മറുവശത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കുമായി ജോഡിയാക്കുന്ന 1.2 ലിറ്റർ 3 സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് ടോപ്പ് വേരിയന്റുകളിലെ ഹൈലൈറ്റ്. ഇത് 180 bhp പവർ വരെ വികസിപ്പിക്കുന്നതാണ്. മാനുവൽ പതിപ്പിൽ ടോർക്ക് 190 Nm കിട്ടുമ്പോൾ ബസാൾട്ട് ഓട്ടോമാറ്റിക്കിന് 205 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാനാകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. മൈലേജിന്റെ കാര്യത്തിലും ആളൽപ്പം പുലി തന്നെയാണ്. സിട്രൺ SUVയുടെ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് മോഡലിൽ 18 കിലോമീറ്റർ ഇന്ധനക്ഷമതയും 1.2 ലിറ്റർ ടെർബോ പെട്രോൾ മാനുവൽ 19.5 കിലോമീറ്ററും മൈലേജ് നൽകും. ഇനി ടെർബോ പെട്രോൾ ഓട്ടോമാറ്റിക്കിലേക്ക് നോക്കിയാൽ ലിറ്ററിന് 18.7 കിലോമീറ്റർ ഇന്ധനക്ഷമത വരെ നൽകാൻ ബസാൾട്ടിന് സാധിക്കും എന്നതാണ് ശ്രദ്ധേയകരമായ ഒരു കാര്യം.